ഈ പെറ്റിക്കോട്ടിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആദ്യം തയ്ക്കാം. തയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കുട്ടികൾക്ക് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം മുറിച്ചു. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ഭാഗം ബാക്കായിട്ടും കട്ട് ചെയ്യാത്ത ഭാഗം ഫ്രണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇതിന് തയ്ക്കുന്ന രീതി, ഈ മുറിച്ച ഭാഗം തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീതി കൂടിയ കഷ്ണവും മറ്റൊരു വീതി കുറഞ്ഞ കഷ്ണം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കഷ്ണം നമുക്കിനി ഇത് പിടിപ്പിക്കാം. വീതി കൂടിയ കഷ്ണമാണ് ഞാൻ ആദ്യം പിടിപ്പിക്കാൻ പോകുന്നത്. അത് ഈ പെറ്റിക്കോട്ടിൻ്റെ കഷ്ണത്തിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. അടിഭാഗത്ത് വെച്ച് പ്രസ് നിർത്തി തയ്ക്കുക. ഇനി അത് ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി ഇതിൻ്റെ തുമ്പ് ഒളിച്ച് അത് പകുതി ഭാഗം ഇങ്ങോട്ട് മടക്കുക. ഈ തയ്യൽ ഈ നൂലിൻ്റെ മുകൾ ഭാഗത്തേക്ക് വയ്ക്കുക. മുകൾ ഭാഗത്ത് വെച്ച് തയ്ക്കുക. കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്യുക. ഇവിടെയും കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്യുക. ഇനി മറുവശത്ത് വീതി കുറഞ്ഞ ഇത് വയ്ക്കുക. വീതി കുറഞ്ഞ പീസ് മറുഭാഗത്ത് വയ്ക്കുക. അത് മുകൾ ഭാഗത്ത് വയ്ക്കണം. മുകൾ ഭാഗത്ത് വെച്ച് അത് തയ്ക്കുക. അത് ഇവിടെ വെച്ചിട്ട് അമർന്നിരിക്കുന്നതിന് വേണ്ടി ഈ തയ്യലിൻ്റെ തൊട്ട് താഴെ തൊട്ട് ഈ കഷ്ണത്തിലോട്ട് തയ്ക്കുക. നമ്മൾ വെച്ച് കൊടുത്ത കഷ്ണത്തിൽ തയ്ക്കണം. ഇതിൻ്റെ കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്യുക. രണ്ട് ഭാഗത്തും കൂടുതലുള്ളത് കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ മുറിച്ചത് കഷ്ണം ഒരു ഭാഗം ഇതും ഒരു ഭാഗം ഇതും. ഇനി ഇതിനെ ഒരു ഭാഗം വീതി കുറഞ്ഞത് അടിയിലോട്ട് ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കുക. നമ്മൾ ഈ ഭാഗത്ത് വീതി കുറഞ്ഞതും ഈ ഭാഗത്ത് വീതിയുള്ളതും തയ്ച്ചു. ഇനി ഇതിൻ്റെ കഴുത്ത് തയ്ക്കുക. ഇത് നല്ല വശവും ഇത് മോശം വശവും. നല്ല വശത്തുനിന്ന് മോശം വശത്തേക്ക് ഒരു ഭാഗം ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗം ഒന്നിച്ച് മടക്കാതെ ഓരോ ഭാഗം തയ്ക്കുക. ഒരു ഭാഗം ഇങ്ങനെ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ഭാഗം മടക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ മടക്കി ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് മടക്കുക.
ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഇങ്ങനെ രണ്ടും ഒരുപോലെ മടക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി തയ്ക്കുക. ഇപ്പം നമ്മൾ കഴുത്ത് തയ്ച്ചു. ഈ രീതിയിൽ വരും കഴുത്ത് തയ്ക്കുമ്പോൾ. ഇങ്ങനെ കഴുത്ത് തയ്ച്ചു. നമുക്ക് കൈക്കുഴി ബെൽറ്റിൻ്റെ ഭാഗവും കൂടി തയ്ക്കാം. ആദ്യം തയ്ച്ചതുപോലെ തന്നെ നല്ല വശത്തുനിന്ന് മോശം വശത്തേക്ക് മടക്കുക. മടക്കാനായിട്ട് ഇങ്ങനെ രണ്ട് ഭാഗവും ഒന്നിച്ച് മടക്കി തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഇതിവിടെ ആദ്യം പറഞ്ഞതുപോലെ ഒരു മടക്ക് തയ്ക്കുന്ന കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെ മടക്കി തയ്ക്കുക. എന്നിട്ട് നമ്മളിത് തയ്ച്ച്. ഇനി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഒരു മടക്കും കൂടി മടക്കി വീണ്ടും തയ്ക്കണം. ഒരു മടക്കും കൂടി ഞാൻ മടക്കി എന്നിട്ട് തയ്ക്കാം. അറിയാവുന്നവർക്ക് ഈ രണ്ട് മടക്കും ഒന്നിച്ച് മടക്കി തയ്ക്കാം. ഇപ്പോൾ ഞാൻ കഴുത്ത് തയ്ച്ചു, ബെൽറ്റും കൈക്കുഴിയും കൂടെയുള്ള ഈ ഭാഗവും തയ്ച്ചു, ഈ ഭാഗവും തയ്ച്ചു. ഇനി നമുക്ക് ഈ കഷ്ണം വെച്ച് പിടിപ്പിച്ചത് വീതിയുള്ള വശത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വീതി കുറഞ്ഞ് അടിയിലോട്ട് മടക്കി തയ്ച്ചത് വയ്ക്കുക. വെച്ച് ഇങ്ങനെ ഒന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. പെറ്റിക്കോട്ടിൻ്റെ മുകൾ ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി അടിഭാഗം തയ്ക്കാം. ഇത് യോജിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഇതിന് പ്ലീറ്റ് ഇടണം. കുറേശ്ശെ തുണി ഇങ്ങനെ അടിയിലോട്ട് തള്ളി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഓരോ ഞെറി വരും, അല്ലെങ്കിൽ പ്ലീറ്റ് വരും. ഇനി ഈ തുണി മൊത്തമായിട്ട് പ്ലീറ്റ് ഇടണം.
നമ്മളിത് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. നമ്മളിത് തയ്ക്കാൻ ഇതിൻ്റെ ഒരു വശം, ഇതിൻ്റെ ഒരു ഭാഗം ഈ കൈക്കുഴിയും ബെൽറ്റും കൂടെ ചേരുന്ന ഒരു ഭാഗം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നമ്മൾ ഒരു വശം തയ്ക്കാൻ പോവാം. ഇങ്ങനെ വച്ചിട്ട് ഈ ബെൽറ്റും കൈക്കുഴിയും കൂടെ പോകുന്ന ഭാഗം യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചു. ഇനി ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ പ്ലീറ്റ് ഇട്ട ഭാഗം യോജിപ്പിക്കണം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി എടുക്കുക. എടുത്ത് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് നമ്മളിത് കൂട്ടി യോജിപ്പിക്കുക. ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന് പാകമാണോ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പിടിച്ച് നോക്കണം. ഇതും കൂടി ഇത് പാകമാണ്. ഇനി നമുക്ക് യോജിപ്പിക്കാം. ഈ തയ്യൽ തുമ്പില്ലാത്ത നല്ല ഭാഗം എടുക്കണം. നല്ല ഭാഗം എടുത്ത് ഇതിൻ്റെ നല്ല ഭാഗം എടുത്ത് നമ്മൾ യോജിപ്പിക്കുക. ഇങ്ങനെ വെച്ച് ഈ പ്ലീറ്റ് ഇട്ട നൂലിൻ്റെ ഇടതുവശത്തു കൂടി തയ്ക്കണം, അല്ലെങ്കിൽ ആ നൂല് മുകളിൽ കാണും. ഇത് രണ്ടും ഒപ്പം വയ്ക്കണം. ഒപ്പം വെച്ചിട്ട് നമ്മൾ ആ ഭാഗം തയ്ച്ചു കഴിഞ്ഞു. മുകൾ ഭാഗവും താഴത്തെ ഭാഗവും കൂടി നമ്മൾ യോജിപ്പിച്ചു. ഇനി ഇത് ഇങ്ങോട്ട് അമർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് ഈ തയ്യൽ യോജിപ്പിച്ച തയ്യലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടുമായി ഒരടി അടിക്കുക. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഒരു ഭാഗത്ത് വീതി കൂടിയതും ഒരു ഭാഗത്ത് വീതി കുറഞ്ഞതും തയ്ച്ചു. അത് കഴിഞ്ഞ് കഴുത്ത് തയ്ച്ചു കഴിഞ്ഞ് ബെൽറ്റ് ഭാഗവും കൈക്കുഴിയും കൂടി കൂടി വരുന്ന ഭാഗം തയ്ച്ചു. അത് കഴിഞ്ഞ് ഈ അടിയിലത്തെ ഭാഗം പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് ഇത് അമർന്നിരിക്കുവാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരടി ഇങ്ങനെ അടിച്ചു. ഇതിൻ്റെ
ഇനി മറുവശം തയ്ക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡുണ്ട്, അതുകൂടി നമുക്ക് കൂട്ടിയടിക്കാം. ഇങ്ങനെ ഒരു ഭാഗം കൂടി യോജിപ്പിക്കുക. ഈ ഭാഗവും നമ്മൾ യോജിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ട് റെഡി. ഇവിടെ ഒരു കുളത്തോ ബട്ടണോ പിടിപ്പിക്കുക. പെറ്റിക്കോട്ട് വെട്ടുവാനോ തയ്ക്കുവാനോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക.